അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. നമ്മളൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ കടമുള്ളവരുണ്ട്, ലോൺ എടുത്ത് കൊടുക്കപ്പെട്ടവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോണിൽ ചെന്ന് നമ്മൾ ഒരിക്കലും വീട്ടിൽ അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നല്ല ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കടങ്ങളും നിങ്ങളെ ലോഡുകളെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോലും അറിയാതെ അത് വീടുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇനി വരാൽ പലിശ സംബന്ധമായ കാര്യങ്ങളിൽ ചെന്ന് വീടില്ലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മൾ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുഹറം 10-നാണ് പ്രവാചകന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയത്. അതായത് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നാം അല്ലാഹുവിനോട് പറഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തി തരാൻ കഴിവുള്ളവനാണ് നമ്മളെ റബ്ബ്. അതിന് കഴിവുള്ളവനാണ് നമ്മളെ അല്ലാഹു. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം റബ്ബ് വളച്ചതാണ്. ആ അല്ലാഹുവിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നമ്മുടെ സൃഷ്ടാവിന്റെ മുന്നിലാണ് നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മഹത്തായ ഒരു കുഞ്ഞു സൂറത്തിനെ പറ്റിയാണ്. പലരും സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ സൂറത്ത് നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന രൂപത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നതാണ്. നിങ്ങളുടെ ലോഡുകൾ അല്ലാഹു നിങ്ങൾ അറിയാതെ അടഞ്ഞു പോകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. വരുമാനം കുറവാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല വരുമാനം നൽകുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യണം. കാരണം ഞാനിത് പറയാനുള്ളത് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവിനോട് ഈ സൂറത്ത് പാരായണം ചെയ്ത് നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ ചെയ്ത മാസമാണ്. നമ്മളെല്ലാവരും പുതുവർഷത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും കലണ്ടർ മാറുന്തോറും നമ്മുടെ ആയുസ്സിൽ വിലപ്പെട്ട സമയം കൂടിയാണ് പൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതുവർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു മാറ്റം വേണ്ടേ? ജനുവരി 1 തുടങ്ങുമ്പോൾ നാം എല്ലാവരും മനസ്സിൽ കരുതും, ഒരു പുതിയ വർഷം തുടങ്ങി, ഒരു നല്ല കച്ചവടം തുടങ്ങണം, എന്റെ ജീവിതത്തിൽ എന്റെ പ്ലാനുകൾ മാറ്റണം. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നു, പഴയതുപോലെയാകുമെന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാറ്റം വേണം. അല്ലാഹു തആല പ്രപഞ്ചസൃഷ്ടാവായ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്ന തീർച്ചയായും അല്ലാഹു ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു. ഈ 4 പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആദരിക്കപ്പെട്ടത് എന്നാണ്, പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ, സഹോദരങ്ങളെ, അല്ലാഹു ഒരു കാര്യത്തെ പവിത്രമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് എത്ര വിലപ്പെട്ടതായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ വിശേഷിപ്പിച്ചത് മുഹറം ഷഹറുല്ലാഹ്, അതായത് അല്ലാഹുവിന്റെ മാസമാണെന്നാണ്. ചിലർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജോലികൾ, തിരക്കുകൾ, അതിൽ നിന്നെല്ലാം ഫ്രീഡം ലഭിക്കാൻ ഇടയ്ക്ക് ചിലർ വിനോദയാത്രകൾ പോകാറുണ്ട്, ചിലർ സിനിമകൾ കാണാറുണ്ട്. എന്നാൽ നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് നാം സൃഷ്ടാവിന്റെ അടുക്കലേക്ക് മടങ്ങുമ്പോഴാണ്. നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങുമ്പോൾ മാത്രമാണ്. എന്നാൽ നാം ചെയ്യുന്ന വലിയ തെറ്റ് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഫോണിൽ നോക്കിയും സോഷ്യൽ മീഡിയയിൽ ഏർപ്പെട്ടും അനാവശ്യ സംസാരങ്ങളിൽ ഒഴിയും നമ്മുടെ വിലപ്പെട്ട സമയം ഇല്ലാതാക്കി കളയുന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിക്കാതിരിക്കുക. എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്താണ് നാം നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന അക്രമം? പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നാം ചെയ്യുന്ന ഒരു ചെറിയ നന്മയ്ക്ക് പോലും വലിയ പവിത്രതയുണ്ട്. അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഒരു തിന്മയ്ക്കും ഒരുപാട് ശിക്ഷകൾ അത് അധികരിച്ചു വരാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ, ഈ മാസങ്ങളൊക്കെ നീ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ദിക്റുകളും സലാത്തുകളും ചൊല്ലി നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ്. ജീവിതത്തിൽ അല്ലാഹു വിജയം നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസങ്ങളൊക്കെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, എൻ്റെ ആയുസ് അല്ലാഹുവേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു പുതിയ മാറ്റം എനിക്ക് വേണം. ആ ഒരു രീതിക്ക് നിങ്ങൾ ഈ വർഷത്തിൽ തുടങ്ങുക. അപ്പൊ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം നിങ്ങളെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കപ്പെട്ട് അല്ലാഹുവിലേക്ക് നിങ്ങളെ ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാരഥന്മാർ പറയുന്ന ഈ ചെറിയ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതി ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമുക്കെല്ലാത്തിനും പണം ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനും മക്കളെ പഠിപ്പിക്കാനും എവിടെയെങ്കിലും ഒക്കെ അത്യാവശ്യത്തിന് പോകാനും നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാനും അങ്ങനെ തുടങ്ങി എല്ലാത്തിനും നമുക്ക് പണം ആവശ്യമാണ്. നമുക്ക് വരുമാനമുണ്ടെന്നാൽ വരുമാനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു പക്ഷേ നമുക്കൊരു നല്ല ഒരു സംഖ്യ കിട്ടുന്നുണ്ട്, പക്ഷേ മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല, ഒരു സാമ്പത്തിക ഭദ്രതയില്ല. കാരണം എന്താണ്? നമുക്ക് അല്ലാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ബർക്കത്തില്ലാത്തത് കൊണ്ടിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല, കാണാനില്ല. അത് നമുക്ക് ബർക്കത്തില്ലാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മുടെ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, കിട്ടുന്ന ശമ്പളങ്ങൾ ബർക്കത്തുണ്ടാകാൻ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ബർക്കത്തുണ്ടാകാൻ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. അപ്പൊ ഈ ചെറിയ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം, ഇനിയുള്ള ദിവസങ്ങൾ വളരെ പവിത്രമാക്കപ്പെട്ട ദിവസമാണ്. മുഹറം 10 വളരെ പവിത്രമാക്കപ്പെട്ട ദിവസമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മറവിയുള്ള കുട്ടികൾ ഈ സൂറത്ത് 129 പ്രാവശ്യം, 129 പ്രാവശ്യം ദിവസവും ഓതിയാൽ അല്ലാഹു മറവി രോഗത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. വിവാഹ തടസ്സമുള്ളവർ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു വിവാഹ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണ്. സൂറത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ കൗസർ. സൂറത്താണ് നമുക്ക് എല്ലാവർക്കും അതറിയാവുന്ന സൂറത്തുൽ കൗസറാണ്. ആ സൂറത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് അറിയാത്ത ആരുമില്ല. മഹത്തുക്കളായ അരുമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ജോലിയിൽ ഒരു ബർക്കത്തില്ലെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലരും വിളിച്ച് പറയാറുണ്ട്, ഉസ്താദേ ജോലിയിൽ ബർക്കത്തില്ല, കച്ചവടം നടക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ, കച്ചവടത്തിന് നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ജോലി സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതി പൂർത്തീകരിക്കുക. ഇത് ഓതാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. എത്ര പ്രാവശ്യം? 100 പ്രാവശ്യം. ഒരു വരിയുള്ള സൂറത്താണ് അല്ലേ? ഇത് 100 പ്രാവശ്യം നിങ്ങൾ ഓതിക്കൊണ്ടിറങ്ങി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ജോലി സ്ഥലത്ത് വലിയ ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. നിങ്ങളെ കച്ചവടത്തിൽ അല്ലാഹു പടച്ചവൻ വലിയ ബർക്കത്ത് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ലാഭം അല്ലാഹു നൽകുന്നതാണ്. അപ്പം കച്ചവടമില്ലാത്തവർ, ജോലിയിൽ ബർക്കത്തില്ലാത്തവർ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു 100 പ്രാവശ്യം ഈ സൂറത്ത് ഓതിക്കൊണ്ട് ഇറങ്ങണം. അതോടൊപ്പം തന്നെ ഒരു 100 പ്രാവശ്യം നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് വലിയ പൂർച്ചയുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയും ആ സഹാബി പെട്ടെന്ന് പണക്കാരനാവുകയും ചെയ്തൊരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടാൻ മേൽ പറഞ്ഞതുപോലെ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൈസ അല്ലാഹു നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ കയ്യിൽ നിന്ന് പൈസ പലരും
ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പിന്നെ തരുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആര് നിങ്ങൾ പൈസ മേടിച്ചാലും ആ പൈസ തിരിച്ചു കൊടുക്കണം. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇങ്ങനെ നിങ്ങൾ അമൽ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. അപകടങ്ങളെ തൊട്ടും ശത്രുതയെ തൊട്ടും കണ്ണേറുകളെ തൊട്ടും സിഹറിനെ തൊട്ടും ഒക്കെ അല്ലാഹു വലിയ കാവൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. 1000 പ്രാവശ്യം നിങ്ങൾ ഇത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വട്ടം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഇത് ഓതിയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടാനുള്ള പൈസ തിരിച്ച് കിട്ടാനുണ്ടെങ്കിൽ ഈ സൂറത്ത് 100 വട്ടം പതിവായി ഓതിയാൽ കിട്ടാനുള്ള പൈസ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ധാരാളം മഹത്വങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസമാണ്. അല്ലാഹു ഒരുപാട് അവന്റെ അടിമകൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്ന മാസമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജീവിതത്തിന്റെ പല പ്രയാസങ്ങൾ കുടുങ്ങപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് നിന്നോട് ദുആ ചെയ്യുന്ന അല്ലാഹ്, ഞങ്ങളുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ആപത്ത് മുസീബത്തിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റഹ്മനാ കമാ റബ്ബൗനാ സഗാറ. അർഹമർ റഹീമിനായ അല്ലാഹു, ഈ പ്രപഞ്ചസിതാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ വീടണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുടെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നിങ്ങൾ ഏതൊരു പ്രയാസത്തിലാണോ അതെല്ലാം നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങൾ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. അവരുടെ ഞങ്ങളുടെയും സകല ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഈ മുഹറം മാസത്തിൽ നിന്റെ അമ്പിയാക്കൾക്ക് നീ ചെയ്തതുപോലെ നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.